മലപ്പുറം എടക്കരയിൽ തട്ടിയെടുത്ത ഭൂമി കൈവശം വെച്ചിരുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടമെന്ന് നോട്ടക്കാരൻ മരക്കാർ പുതിയിടത്ത്. യൂത്ത് ലീഗ് ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുനീറിന്റെ കുടുംബസ്വത്താണ് തട്ടിയെടുത്തത്. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് വാർത്ത പുറത്തായതോടെ എടക്കര ബാലംകുളത്ത് തനിക്ക് ഭൂമിയേ ഇല്ലെന്നായിരുന്നു ഇസ്മായിൽ മുത്തേടത്തിന്റെ വാദം. എന്നാൽ ഭൂമി കൈവശം വെച്ചത് ഇസ്മായിൽ മുത്തേടം തന്നെയാണെന്ന് നോട്ടക്കാരൻ മരക്കാർ പുതിയത്ത് പറഞ്ഞു. അത് കുറെ കാലം മൂപ്പര് ജപ്തി ചെയ്ത് പോയിട്ട് ലേലം വിളിച്ചെടുത്തിട്ടു. എന്നിട്ട് മൂപ്പരെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മളെ മറ്റേ ഇയാളാണ് പെരുവപ്പാറ നെല്ലിക്കുത്തിലെ റോഡ് ഇസ്മായിൽ ഉണ്ടാക്കിയാണ്. അന്ന് അവിടുന്ന് ഇങ്ങോട്ട് സ്ഥലം അവിടെ ഇറങ്ങുന്നിടത്തൊന്ന് മൊത്തത്തിൽ സ്ഥലം വാങ്ങി കറണ്ടൊക്കെ അതിലേക്ക് ഓൺ കൊടുക്കുന്നതാണ് അന്ന്. അതിപ്പോൾ കുറച്ച് കാലമായി. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളത് വിറ്റിട്ട് നേരത്തെ റോഡില്ലായിരുന്നു. നേരത്തെ ഇതിലൊരു പേരമ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഇത് മൂപ്പര് ലേലം വിളിച്ചെടുത്ത് ഇതിൽ കുറേ പണികളും കാര്യങ്ങളും റബ്ബറൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നു. റബ്ബർ മുറിച്ച് ഇതിപ്പോൾ ഇയാൾ എടുത്തിട്ട് റബ്ബർ മുറിച്ചാണ്. ആദ്യമുണ്ടായിരുന്ന റബ്ബർ തോട്ടം ഒഴിവാക്കി വർഷങ്ങളോളം കട്ടക്കളം നടത്തി. ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചതും ഇസ്മായിൽ മുത്തേടമാണ്. പിന്നീട് നെല്ലിക്കുത്ത് സ്വദേശിക്ക് ഭൂമി കൈമാറി. മൂത്തേട ഇസ്മായിലിന്റെ എടുത്തിരുന്നത് ഇപ്പൊ സൈതാജി അറിയുന്ന നെല്ലിക്കുത്തില്ല. ഇല്ല, അവര് തമ്മിൽ എന്തോ കച്ചവടത്തിന്റെ എന്തോ ആണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അത് ഇതിപ്പോ സൈതാജി എടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിന്റെ മേലേക്കാണ്. അതിന്റെ മുമ്പ് ഇസ്മായിലിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഇത്. അത് ഞാൻ ഇതിൽ നോക്കൽ തുടങ്ങുമ്പോൾ ഒരു 10-20 കൊല്ലത്തിന്റെ മേലേക്കാണ്. ഒരു 10-30 കൊല്ലത്തിന്റെ അടുത്തായി കാണും. ഞാനായിരുന്നു ഇത് നോക്കിയിരുന്നു ആദ്യം. ഇതിൽ റബ്ബർ ഉണ്ടായിരുന്നു ആദ്യം. എടുക്കുന്ന സ്ഥലത്ത് ഇത് കാലിപ്പറമ്പായിരുന്നു. പിന്നെ വെച്ച് റബ്ബറൊക്കെ വെച്ച് ഒരു 4-5 കൊല്ലം റബ്ബർ ഉണ്ടായിരുന്നു ഇതിൽ. ദിവസം 500 രൂപ കൂലി കണക്കാക്കി കിട്ടിയിരുന്നെന്നും മരക്കാർ പറഞ്ഞു. യൂത്ത് ലീഗ് ഏറനാട് ജനറൽ സെക്രട്ടറി പി മുനീറിന്റെ കുടുംബസ്വത്താണ് മുത്തേടം തട്ടിയെടുത്തത്. കൈരളി ന്യൂസ്, മലപ്പുറം.